To watch this video in English, please visit the link given above. 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ഇത് കാണുന്ന മറ്റു കൂട്ടുകാർക്കും ബയോളജി മൈ പാഷൻ എന്ന എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ബയോടെക്നോളജി അഥവാ ജൈവ സാങ്കേതിക വിദ്യ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ് എന്ന ചാപ്റ്ററാണ്. എന്താണ് ബയോടെക്നോളജി? അതായത് ബയോളജിയും ടെക്നോളജിയും ഒന്ന് ചേരുന്നു അല്ലേ? ബയോളജി എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ജീവനുള്ള വസ്തുക്കളെ കുറിച്ച് പഠിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ സാങ്കേതിക വിദ്യ അതിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് അത് ബയോടെക്നോളജി ആവുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ലിവിങ് ഓർഗാനിസം അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസമോ അതിൽ നിന്ന് കിട്ടുന്ന പദാർത്ഥങ്ങൾ, അതായത് എൻസൈം പോലുള്ള കാര്യങ്ങളോ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയും ബയോടെക്നോളജി. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി പ്രോഡക്ട്സ് മൈക്രോ ഓർഗാനിസത്തിൽ നിന്ന് കിട്ടുന്നുണ്ടല്ലേ? കേർഡ്, ചീസ്, ബ്രെഡ്, വൈൻ, മാന്യൂവേഴ്സ്, ഇതെല്ലാം നമ്മൾ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് തന്നെ മൈക്രോ ഓർഗാനിസത്തിൽ നിന്ന് കിട്ടി. അന്ന് നമുക്ക് ഈ മൈക്രോ ഓർഗാനിസം ഉണ്ടെന്ന് പോലും അറിയില്ല, പക്ഷെ അതിനു മുമ്പേ നമ്മൾ പ്രോഡക്ട്സ് ലഭിച്ചു തുടങ്ങി. അങ്ങനെ നോക്കിയാൽ ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ഓൾഡ് ബയോടെക്നോളജി. അന്ന് നമുക്ക് ഒത്തിരി പ്രോഡക്ട്സ് കിട്ടി, പക്ഷെ അതിൻ്റെയൊക്കെ പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ചാൽ അവ എപ്പോഴും ഒരേപോലെയുള്ള പ്രോഡക്ട്സ് ആയിരുന്നു. ഒരു വ്യത്യാസമില്ല, അവരുടെ ക്വാളിറ്റിയിലോ ഘടനയിലോ ഒന്നും ഒരു വ്യത്യാസമില്ല. വീണ്ടും വീണ്ടും അതേ പ്രോഡക്ട്സ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് നോൺ ആൽക്കഹോളിക്കായി ആദ്യമായി ലഭിച്ചത് സിട്രിക് ആസിഡ് ആയിരുന്നു. പിന്നീട് പല പല പ്രോഡക്ട്സും നമുക്ക് കിട്ടി തുടങ്ങി. അങ്ങനെ ഇരുന്നപ്പോൾ നമുക്ക് തോന്നി ഈ പ്രോഡക്ട്സ് കിട്ടിയാൽ മാത്രം പോരാ, അവരുടെ ഘടനയിലും അവരുടെ ക്വാളിറ്റിയിലും ഒക്കെ നമുക്ക് ആവശ്യമുള്ള വ്യത്യാസങ്ങൾ വരുത്താനും കൂടി കഴിയണം. അങ്ങനെ ഉണ്ടായ ഒരു ശാസ്ത്രശാഖയാണ് ബയോടെക്നോളജി. അപ്പോൾ നമ്മൾ വെറുതെ മൈക്രോ ഓർഗാനിസത്തിനെ ഉപയോഗിക്കുന്നതിനെയും, അതായത് വീട്ടിൽ നമ്മൾ തൈര് ഉണ്ടാക്കുന്നതിനെയും ബയോടെക്നോളജി എന്ന് വിളിച്ചു തുടങ്ങിയാൽ അത് കൺഫ്യൂസിങ് ആവും അല്ലേ? അതുകൊണ്ട് നമ്മൾ അതിനെ രണ്ടായി തിരിച്ചു. ഓൾഡ് ബയോടെക്നോളജി, ആ പഴയ ഓർഗാനിസം ഉപയോഗിക്കുന്ന ആ ട്രഡീഷണൽ മെത്തേഡിനെ നമ്മൾ ഓൾഡ് ബയോടെക്നോളജി എന്നും, ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ആ സാങ്കേതിക വിദ്യ, അതായത് അതിനെ കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ, അതെല്ലാം വരുന്നത് എവിടെയാണ്? മോഡേൺ ബയോടെക്നോളജി. ഇന്ന് നമ്മൾ ആ കിട്ടുന്ന പ്രോഡക്ട്സിന്റെ പല രൂപമാറ്റവും വരുത്തുന്നു. അതെങ്ങനെയാണ് സാധ്യമാവുന്നത്? ഈ മോഡേൺ ബയോടെക്നോളജിയുടെ ഭാഗമായ ജനറ്റിക് എഞ്ചിനീയറിംഗ്, അതായത് നമ്മൾ ജീനിനെ എഞ്ചിനീയറിംഗ് ചെയ്യുകയാണ്, അതിന്റെ ഘടനയിൽ മാറ്റം വരുത്തുകയാണ്. അല്ലെങ്കിൽ നമ്മൾ അതിനെ റീകോമ്പിനന്റ് DNA ടെക്നോളജി എന്ന് പറയുന്നു. രണ്ട് ഡിഫറെന്റ് DNA നമ്മൾ ഒന്നിച്ചു കൊണ്ടുവരും. അതാണ് റീകോമ്പിനന്റ് DNA ടെക്നോളജി, അല്ലെങ്കിൽ അതിന്റെ ചുരുക്കപ്പേരാണ് rDNA ടെക്നോളജി. ഈ rDNA ടെക്നോളജി അല്ലെങ്കിൽ ജനറ്റിക് എഞ്ചിനീയറിംഗ് കൊണ്ട് നമുക്കിപ്പോൾ പോസിബിൾ ആയിട്ടുള്ള എന്താണ്? ഏതെങ്കിലും ഒരു ഓർഗാനിസത്തിൽ നല്ല ഒരു ജീൻ കണ്ടുവന്നിരിക്കട്ടെ, ആ ജീൻ നമുക്ക് അതിൽ നിന്നെടുത്ത് നമുക്ക് മറ്റൊരു ജീവിയിൽ കൊടുക്കുകയും അതിന് ഈ ക്വാളിറ്റി അതിലേക്ക് കൊണ്ടുവരാൻ കഴിയുകയും ചെയ്യും. അത് വളരെ നല്ലൊരു കാര്യമല്ലേ? അപ്പോൾ ഇല്ലാത്തൊരു ക്വാളിറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അല്ലേ? ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പല പ്രോസസ്സസ് ലൈക്ക് IVF നിങ്ങൾ റീപ്രൊഡക്ഷൻ ചാപ്റ്ററിൽ പഠിച്ചു അല്ലേ? ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ, പിന്നെ ജീൻ സിന്തസിസ് അല്ലെങ്കിൽ വാക്സിൻ പ്രൊഡക്ഷൻ, ഇങ്ങനെയുള്ള പല മേഖല അല്ലെങ്കിൽ മെഡിസിൻ പ്രൊഡക്ഷൻ, ഇതിനൊക്കെ നമ്മളിപ്പോൾ ബയോടെക്നോളജി യൂസ് ചെയ്ത് വരുന്നുണ്ട്. അതിൽ തന്നെ നമുക്ക് ഏറ്റവും ശ്രദ്ധേയമായൊരു നേട്ടമാണ് ഇൻസുലിൻ ഉണ്ടാക്കിയത്. അതായത് ഹ്യൂമൻ ഇൻസുലിൻ, അതിനെ പറയുന്ന പേരാണ് ഹ്യൂമുലിൻ. നമ്മൾ ആദ്യമായി ഇൻസുലിൻ ഉണ്ടാക്കിയത് എസ്കരീഷ്യ കോളയെ വെച്ചിട്ട് ആർട്ടിഫിഷ്യലായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ആദ്യമായി കിട്ടിയ നോൺ ആൽക്കഹോളിക് പ്രോഡക്റ്റ് സിട്രിക് ആസിഡ് ആണ്. പക്ഷേ കൊമേഴ്ഷ്യലായിട്ട് നമ്മൾ ഏറ്റവും ആദ്യം അല്ലെങ്കിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ നമ്മൾ ഉൽപ്പാദിപ്പിച്ച ബയോടെക്നോളജിക്കൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഹ്യൂമുലിൻ അഥവാ ഹ്യൂമൻ ഇൻസുലിൻ ആണ്. അങ്ങനെ മോഡേൺ ബയോടെക്നോളജിക്ക് യൂറോപ്യൻ ഫെഡറേഷൻ ഓഫ് ബയോടെക്നോളജി നൽകിയ ഡെഫിനിഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതെന്താണെന്ന് നോക്കാം. യൂറോപ്യൻ ഫെഡറേഷൻ ഓഫ് ബയോടെക്നോളജി, അതാണ് EFB. The integration of natural science and organisms, cells, parts thereof and molecular analogues for product and services. ഈ സെന്റൻസ് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ? നമുക്ക് നോക്കാം. ദ ഇൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ കോർത്തിണക്കുക അല്ലെ, രണ്ട് ചേർത്ത് വയ്ക്കുക. ഓഫ് നാച്ചുറൽ സയൻസ്, അതായത് ബയോളജിക്കൽ സയൻസ്, ബോട്ടണി, സുവോളജി അല്ലേ, ആൻഡ് ഓർഗാനിസം, അതിനുള്ള ഓർഗാനിസംസ് അല്ലെങ്കിൽ പാർട്സ്, അതായത് ഫുൾ ഓർഗാനിസം വേണമെന്നില്ല, അതിൻ്റെ പാർട്സ് ഓർ സെൽസ്. സെൽസ് ചിലപ്പോൾ യൂണിസെല്ലുലർ ഓർഗാനിസം അല്ലേ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന സെൽസ് thereof and molecular analogues, അതിൻ്റെ തന്നെ ചിലപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന മോളിക്യുലർ സ്ട്രക്ചേഴ്സ് ലൈക്ക് നമ്മുടെ എൻസൈംസ് അതുപോലെയുള്ളതെല്ലാം ഫോർ പ്രോഡക്ട്സ് ആൻഡ് സർവീസ്. അതൊക്കെ നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? നമുക്ക് വേണ്ടിയിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ടാക്കാനും അല്ലെങ്കിൽ ഹ്യൂമൻ സർവീസസിന് വേണ്ടി ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ ബയോടെക്നോളജി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. മോഡേൺ ബയോടെക്നോളജി നമുക്ക് സാധ്യമായത് രണ്ട് കോർ ടെക്നിക്സിന്റെ സഹായത്താലാണ്. ഒന്ന് ജനറ്റിക് എഞ്ചിനീയറിംഗ്, രണ്ട് ബയോ പ്രോസസ് എഞ്ചിനീയറിംഗ്.
അതായത് ഒരു ഓർഗാനിസത്തിന്റെ ഫീനോടൈപ്പ്. നമ്മൾ ഫീനോടൈപ്പ് എന്താണെന്ന് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ചാപ്റ്ററിൽ പഠിച്ചു അല്ലേ? അതായത് വിസിബിൾ എക്സ്പ്രഷൻ ഓഫ് എ ക്യാരക്ടർ, നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ക്യാരക്ടറിന്റെ എക്സ്പ്രഷൻ. അതായത് ഒരു വയലറ്റ് ഫ്ലവർ അല്ലെങ്കിൽ ഒരു ടോൾ പ്ലാന്റ്, അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയുള്ള ക്യാരക്ടേഴ്സിനെയാണ് ഫീനോടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ജീവിയുടെ ഫീനോടൈപ്പിക് എക്സ്പ്രഷൻ മാറ്റം അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന പ്രോഡക്ട്സ്, അതായത് എക്സ്പ്രഷൻ ഓഫ് എ ജീൻ, ആ ജീവിയിൽ നിന്ന് കിട്ടുന്ന പ്രോഡക്റ്റ് നമുക്ക് മാറ്റാൻ കഴിയും. എങ്ങനെയാണ്? ഒരു ഓൾട്ടേർഡ് സീക്വൻസ് ഓഫ് ജെനറ്റിക് മെറ്റീരിയലിനെ നമ്മൾ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു ഇൻസുലിൻ്റെ ജീൻ ഒരു ആനിമലിൽ നിന്ന് എടുക്കുന്നു. ഓക്കെ, എന്നിട്ട് ആ ഇൻസുലിൻ ജീൻ ഞാൻ ബാക്ടീരിയയ്ക്ക് കൊടുക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യും? ബാക്ടീരിയ ഇൻസുലിൻ ഉണ്ടാക്കി തുടങ്ങും. നാച്ചുറലി ബാക്ടീരിയ ഇൻസുലിൻ ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ല. പക്ഷേ ആ ഓൾട്ടേർഡ് സീക്വൻസ് ഓഫ് DNA ഇതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ജീൻ എക്സ്പ്രഷൻ നമ്മൾ ചേഞ്ച് ചെയ്യുകയാണ്. ഇതിൽ നിന്ന് നമ്മൾ എന്തുണ്ടാക്കിയെടുക്കുന്നു? ഇൻസുലിൻ അല്ലേ? അതൊരു പ്രോട്ടീൻ അല്ലേ? അപ്പോൾ അതിനെയാണ് നമ്മൾ പറയുന്നത് ജെനറ്റിക് എഞ്ചിനീയറിംഗ്. നമ്മൾ ജീനിനെ എഞ്ചിനീയറിംഗ് ചെയ്യണം, നമ്മൾ അതിനെ ഡിസൈൻ ചെയ്തെടുക്കുകയാണ്. രണ്ടാമത്തേതാണ് ബയോ പ്രോസസ് എഞ്ചിനീയറിംഗ്. അതായത് നമുക്ക് അത് സെക്കൻഡ് പാർട്ട് ഓഫ് ബയോടെക്നോളജി എന്ന് പറയാം. നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസിൽ രണ്ടാമത്തെ ഭാഗമാണ് ഈ ബയോ പ്രോസസ് എഞ്ചിനീയറിംഗ്. അതായത് നമ്മൾ ആ ജീനിനെ സീക്വൻസ് മൈക്രോബ്സിൽ ട്രാൻസ്ഫർ ചെയ്താൽ മാത്രം മതിയോ? ഇല്ല. ഒരു മൈക്രോബിൽ നിന്നല്ല നമുക്ക് ഇൻസുലിൻ കിട്ടേണ്ടത്, നമുക്ക് ലാർജ് ക്വാണ്ടിറ്റിയിലാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? ഇതിനെ നമുക്ക് കൾച്ചർ ചെയ്യണം. അപ്പോൾ എപ്പോഴും നമ്മൾ മൈക്രോ ഓർഗാനിസത്തിനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? അവർ ഇതിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഹാംഫുള്ളായ ചില ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസ് ഒക്കെ വന്ന് നമ്മൾ അറിയോ? ഇല്ല. കാരണം ഇവരെല്ലാം മൈക്രോസ്കോപ്പിക്കാണ്, നമുക്ക് കണ്ണുകൊണ്ട് കണ്ട് മാറ്റിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഗ്രോത്ത് നടന്ന് പ്രോഡക്റ്റ് എടുക്കുമ്പോഴായിരിക്കും ആ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി മോശമാണെന്ന് മനസ്സിലാവുന്നത്. അതുകൊണ്ട് ഫ്രം ദ ബിഗിനിങ് വളരെ സ്റ്റെറൈൽ ആയിട്ടുള്ള ഒരു ആംബിയൻസ്, അതായത് നല്ല ക്ലീൻ ആയിട്ടുള്ള, സ്റ്റെറൈൽ എന്ന് വെച്ചാൽ എന്താണ്? വേറെ കണ്ടാമിനേഷൻ ഒന്നും ഇല്ലാത്ത ഒരു ആംബിയൻസിൽ വേണം ഈ മൈക്രോ ഓർഗാനിസത്തിനെ നമ്മൾ ലാർജ് സ്കെയിലിൽ കൾച്ചർ ചെയ്ത് അതിൽ നിന്ന് പ്രോഡക്ട്സ്, അതായത് എൻസൈം പ്രൊഡക്ഷൻ, നമുക്ക് ലാർജ് എമൗണ്ട് വേണം, അല്ലെങ്കിൽ വാക്സിൻ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഹോർമോൺ പ്രൊഡക്ഷൻ, ഇതിനൊക്കെ നമുക്ക് ഇങ്ങനെയുള്ളൊരു കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു എൻവയൺമെൻറ്റ് ആവശ്യമാണ്. അതിന് നമ്മളെ സഹായിച്ചതാണ് ബയോ പ്രോസസിംഗ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ കെമിക്കൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ജെനറ്റിക് എഞ്ചിനീയറിങ്ങിനെ കുറിച്ചും, രണ്ടാമത് വളരെ ചുരുക്കത്തിൽ നമ്മൾ ബയോ പ്രോസസ് എഞ്ചിനീയറിങ്ങും പഠിക്കുന്നു. അപ്പോൾ നമുക്ക് തോന്നാം കൺവെൻഷണൽ ആയിട്ട് നമ്മൾ ഹൈബ്രിഡൈസേഷൻ ചെയ്യുമ്പോഴും ഇത് തന്നെയല്ലേ ചെയ്യുന്നത്? രണ്ട് പ്ലാന്റിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ രണ്ട് ആനിമൽസിൻ്റെ ക്വാളിറ്റി നമ്മൾ ഒന്നിച്ച് കൊണ്ടുവരികയല്ലേ ചെയ്യുന്നത്? തീർച്ചയായിട്ടും ശരിയാണ്. പക്ഷേ അവിടെ നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ട്. നമ്മൾ എത്രയോ പ്ലാന്റ്സിൽ ചെയ്ത കുറേ സീഡ്സ് കിട്ടുമ്പോൾ ചിലപ്പോൾ അതിൽ ഒന്നോ രണ്ടോ പ്ലാന്റ്സ് അല്ലെങ്കിൽ ആനിമൽസ് മാത്രമാണ് നമുക്ക് ഡിസൈഡ് റിസൾട്ട് അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ രണ്ട് നല്ല ഗുണങ്ങൾ അതിലേക്ക് വരുന്നു ചേരുന്നത് വളരെ ചുരുക്കം കാര്യങ്ങളിലേ ഉള്ളൂ. അതുമല്ല, ഇതൊരു വളരെ ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. അപ്പം സക്സസിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. നമ്മൾ വീണ്ടും വീണ്ടും ചെയ്ത് നമുക്ക് കിട്ടിയാൽ കിട്ടി അല്ലേ? അതൊരു ചാൻസ് പോലെയാണ്. അതേസമയം ബയോടെക്നോളജി അങ്ങനെയല്ല, അത് വളരെ പ്രിസിഷൻ ഉള്ള ഒരു ടെക്നോളജിയാണ്. ഇവിടെ ഞാൻ ഒരു റാൻഡം ചാൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല. എനിക്ക് വേണ്ട പെർട്ടിക്കുലർ ജീനിനെ ഞാൻ അതിൽ നിന്ന് എടുക്കുന്നു, ഇതിൽ വെക്കുന്നു, ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലേ? പറയുന്ന പോലെ സംഗതി എളുപ്പമല്ല, പക്ഷേ എന്നാലും വളരെ പ്രിസൈസ് ആണ്, നമുക്ക് പ്രോഡക്റ്റ് കിട്ടാനും വളരെ എളുപ്പമാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ ബയോടെക്നോളജി ഉപയോഗിക്കുമ്പോൾ ആർട്ടിഫിഷ്യൽ ജീൻസ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ജീനിനെ നമുക്ക് റിപ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ പുതിയ DNA കോമ്പിനേഷൻസ് ഉണ്ടാക്കാനൊക്കെ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? ജെനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന ബയോടെക്നോളജിയുടെ ഒരു ശാഖയാണ് നമ്മൾ ഇതിനൊക്കെയായിട്ട് ഉപയോഗിക്കുന്നത്. ജെനറ്റിക് എഞ്ചിനീയറിംഗിനെ കൂടുതലായിട്ട് പറയുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റ് ആണ് rDNA ടെക്നോളജി അഥവാ റീകോമ്പിനന്റ് DNA ടെക്നോളജി എന്ന് പറയുന്നത്. അത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് റീകോമ്പിനന്റ്, ന്യൂ, റീ മീൻസ് വീണ്ടും എന്നുള്ളൊരു അർത്ഥമല്ലേ, കോമ്പിനേഷൻ, ന്യൂ കോമ്പിനേഷൻ. അതായത് ഇപ്പോൾ എൻ്റെ ഒരു DNA എടുക്കുക എന്ന് വിചാരിക്കാം, അതിൽ എൻ്റെ സീക്വൻസസ് മാത്രമല്ലേ ഉള്ളൂ, അപ്പോൾ അതൊരു കോമ്പിനേഷൻ അല്ലേ, സിംഗിൾ കോമ്പിനേഷൻ. പക്ഷേ വേറെ ഒരു ജീൻ കൊണ്ട് ഇതിലേക്ക് വെക്കുകയാണെങ്കിൽ അപ്പോൾ എൻ്റെ DNA എന്തായി? ഒരു കോമ്പിനേഷൻ ഓഫ് ന്യൂ DNA ആയി അല്ലേ? വേറെ ഒന്നും കൂടി അതിലേക്ക് ചേർന്നു, അപ്പോൾ അതൊരു റീകോമ്പിനന്റ് DNA ആണ്. അതേപോലെയാണ് എസ്കരീഷ്യ കോളൈ ബാക്ടീരിയയിലേക്ക് നമ്മൾ ഇൻസുലിൻ്റെ ജീൻ കൊടുത്തു. അപ്പം എസ്കരീഷ്യ കോളയ്ക്ക് അതിനെ മാത്രമുള്ള ജെനറ്റിക് മെറ്റീരിയലിനെ കൂടാതെ എന്തും കൂടി കിട്ടി? ഇൻസുലിൻ. അപ്പോൾ അതൊരു പുതിയ കോമ്പിനേഷൻ അല്ലേ? അപ്പോൾ അതിനെ പറയുന്ന പേരാണ് റീകോമ്പിനന്റ്. ഓക്കെ, അപ്പോൾ ജെനറ്റിക് എഞ്ചിനീയറിംഗിൻ്റെ ഏറ്റവും വളരെ വികസിച്ച ഒരു ശാസ്ത്രശാഖയാണ് rDNA ടെക്നോളജി അഥവാ റീകോമ്പിനന്റ് DNA ടെക്നോളജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ rDNA ടെക്നോളജിയിൽ നമ്മൾ പുതിയ DNA കോമ്പിനേഷൻ ഉണ്ടാക്കുമ്പോൾ നമുക്ക് രണ്ട് ഡിസ്കവറീസ് അല്ലെങ്കിൽ
പ്രധാനമായി രണ്ട് കണ്ടുപിടുത്തങ്ങളാണ് ഈ RDNA ടെക്നോളജിയിലേക്ക് നയിച്ചത്. ഒന്ന്, പ്ലാസ്മിഡ് ഇൻ ബാക്ടീരിയ, അതായത് ബാക്ടീരിയയുടെ ഉള്ളിൽ അതിൻ്റെ ക്രോമസോം കൂടാതെ സർക്കുലർ ക്രോമസോംസ് ഉണ്ട്. അപ്പോൾ ഒരു ബാക്ടീരിയ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ജെനറ്റിക് മെറ്റീരിയലായ DNA, അതായത് ബാക്ടീരിയയുടെ ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന അതിൻ്റെ ജെനറ്റിക് മെറ്റീരിയലായ DNA, സർക്കുലർ DNA ഇവിടെ ഉണ്ട്. അത് കൂടാതെ കുറച്ച് സർക്കുലർ DNA ബാക്ടീരിയയിൽ അഡീഷണൽ ആയിട്ടുണ്ട്. അതിനെ പറയുന്ന പേരാണ് പ്ലാസ്മിഡ്. അവയ്ക്ക് സെൽഫ് റെപ്ലിക്കേറ്റിംഗ് പ്രോപ്പർട്ടി ഉണ്ട്, തനിയെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള പ്രോപ്പർട്ടി ഉണ്ട്. അതിൻ്റെ നമ്പർ പല ബാക്ടീരിയയിലും പലതായിരിക്കും. അപ്പോൾ ഈ ഒരു പ്ലാസ്മിഡിൻ്റെ കണ്ടുപിടുത്തം വളരെ വലിയ ഒരു മാറ്റമാണ് ബയോടെക്നോളജി സാധ്യമാക്കാനായിട്ട് സഹായിച്ചത്. അതുപോലെ തന്നെ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് എന്ന എൻസൈമിന്റെ കണ്ടുപിടുത്തം, അതായത് നമുക്കിപ്പോൾ ഒരു ജീനിനെ മറ്റൊന്നിൽ കൊണ്ട് ഒട്ടിച്ചു വെക്കണമെങ്കിൽ ഇതിനെ ഓപ്പൺ ചെയ്യണമല്ലോ. അപ്പം അങ്ങനെ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന എൻസൈംസിന്റെ പേരാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കാം. അപ്പോൾ ആ ഒരു കണ്ടുപിടുത്തം അത് കണ്ടുപിടിച്ച 3 സയന്റിസ്റ്റാണ് ആർബർ, നേതൻ ആൻഡ് സ്മിത്ത് ഇൻ ദ ഇയർ 1970. അന്ന് അവർ കണ്ടുപിടിച്ച ആ കണ്ടുപിടുത്തവും ഒപ്പം തന്നെ പ്ലാസ്മിഡ് ഉണ്ടെന്ന ഹെയർസും വീഡർബർഗും കണ്ടുപിടിച്ചതോടുകൂടിയാണ് ഇങ്ങനെ ഒരു സാധ്യത നമുക്ക് മുന്നിൽ തെളിഞ്ഞു വന്നത്. ഇനി നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് ഈ 2 ശാസ്ത്രജ്ഞന്മാരുടെ കോൺട്രിബ്യൂഷനാണ്. അതായത് ഹെർബർട്ട് ബോയറും സ്റ്റാൻലി കോഹനും. ഇവർ രണ്ടുപേരുമാണ് ശരിക്കും ബയോടെക്നോളജി ഒരു കൊമേഴ്ഷ്യൽ ഫീൽഡിലേക്ക് വഴിതെളിച്ചത്. അതായത് ഹെർബർട്ട് ബോയർ എന്ന സയന്റിസ്റ്റ്, അദ്ദേഹം യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ സാൻ ഫ്രാൻസിസ്കോയിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിരുന്നു. അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം ബാക്ടീരിയകളിൽ ഈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസിനെ ഐസൊലേറ്റ് ചെയ്തെടുക്കാൻ ശ്രമിച്ചു. അങ്ങനെ അദ്ദേഹം റെസ്ട്രിക്ഷൻ എൻസൈംസ് കണ്ടുപിടിച്ചു. അത് ഈ രംഗത്ത് ഒരു വലിയ വഴിത്തിരിവായി. അതായത് ഒരു ബാക്ടീരിയയിൽ ആക്രമിക്കുന്ന വൈറസിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ബാക്ടീരിയോഫേജ് അല്ലേ? ബാക്ടീരിയോഫേജ് എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും ഒരു ബാക്ടീരിയ അല്ല, പക്ഷെ അതൊരു വൈറസ് ആണ്. അപ്പോൾ ഈ വൈറസ് അറ്റാക്ക് ചെയ്യുമ്പോൾ വൈറസിന് 2 പാർട്സേ ഉള്ളൂ. ഒന്ന് ഒരു പ്രോട്ടീൻ കോട്ടാണ്, അതുള്ള ജെനറ്റിക് മെറ്റീരിയൽ. അത് ചിലതിൽ DNA ആകാം, ചിലതിൽ RNA ആകാം. ഇവിടെ DNA ആണ്. ആ DNA ഇതിനുള്ളിലേക്ക് കൊടുക്കുന്നു. ഓക്കെ, അതിനെയാണ് നമ്മൾ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബാക്ടീരിയക്ക് ഇതിൻ്റെ ക്രോമസോം ഉണ്ട് അല്ലേ? അപ്പോൾ ഈ വൈറസിന്റെ DNA ഇതിൽ വന്ന് ചേരുമ്പോഴാണ് ഇത് മൾട്ടിപ്ലൈ ചെയ്ത് പുതിയ വൈറസ് ഉണ്ടാകുന്നത്. പക്ഷേ ഈ ബാക്ടീരിയയ്ക്ക് അതിൻ്റെതായ ഒരു ഡിഫൻസ് മെക്കാനിസം ഉണ്ട്, ഒരു പ്രതിരോധ ശേഷിയുണ്ട്. അതെന്താണെന്നറിയോ? ഈ DNA കട്ട് ചെയ്ത് കളയാനുള്ള ഒരു എൻസൈം ഇതിലുണ്ട്. അതാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ്. അതായത് ആർബർ, നേതൻ ആൻഡ് സ്മിത്ത് കണ്ടുപിടിച്ച ആ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ്. അതിൻ്റെ ഉപയോഗം എന്താണ് ബാക്ടീരിയയ്ക്ക്? അതായത് വൈറൽ DNA കട്ട് ചെയ്ത് കളയും. എപ്പോഴും റെസ്ട്രിക്ഷൻ എൻസൈംസ് കട്ട് ചെയ്യുമ്പോൾ അതൊരു പർട്ടിക്കുലർ രീതിയിലാണ്, അല്ലെങ്കിൽ ഒരു പ്രത്യേക തലത്തിലാണ് കട്ട് ചെയ്യുന്നത്. അങ്ങനെ 2 സ്റ്റിക്കി എൻഡ്സ് കാണും. ആ സ്റ്റിക്കി എൻഡ്സിനെ നമുക്ക് പിന്നീട് ജോയിൻ ചെയ്യാൻ പറ്റും. അത് ഈ ഹെർബർട്ട് ബോയർ മനസ്സിലാക്കി. പക്ഷേ ഇവിടെ ബാക്ടീരിയ സാധാരണയായി ഇത് കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതേ സീക്വൻസസ്, ഈ എപ്പോഴും എൻസൈം എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രോട്ടീൻ ആണ് അല്ലേ? അത് ഈ DNA സീക്വൻസ് നോക്കിയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതേ സീക്വൻസ് ഈ ബാക്ടീരിയയുടെ DNA ഉണ്ടാവാലോ, ഈ ഹോസ്റ്റിന്റെ DNA. അപ്പോൾ ഈ എൻസൈമിന് അറിയില്ല അത് ഹോസ്റ്റ് ആണോ ഇത് വൈറസ് ആണോ എന്ന്. അപ്പോൾ ചിലപ്പോൾ ഇതും കൂടി കട്ട് ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട് അല്ലേ? അപ്പം സ്വയം പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഇത് എവിടെയൊക്കെ ആ പർട്ടിക്കുലർ സീക്വൻസ് വരുന്നുണ്ടോ, അതായത് ഒരു എൻസൈമിന് ഒരു പെർട്ടിക്കുലർ സീക്വൻസ് മാത്രമേ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എവിടെയൊക്കെ ആ സീക്വൻസ് വരുന്നുണ്ടോ അവിടേക്ക് ഒരു മീഥൈൽ ഗ്രൂപ്പ് ആഡ് ചെയ്യും. അങ്ങനെ മീഥൈൽ ഗ്രൂപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ എൻസൈമിന് അവിടെ കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം തൻ്റെ സ്വന്തം DNA ഒരു മീഥൈൽ ഗ്രൂപ്പ് ആഡ് ചെയ്തിട്ട് കട്ട് ചെയ്യുന്നു. അതേസമയം മറ്റേ DNA ഒന്നുമില്ല. അപ്പോൾ വൈറൽ DNA കട്ട് ചെയ്ത് പോകുന്നുണ്ട്. ബാക്ടീരിയക്ക് ആ ഒരു ഇൻഫെക്ഷൻ അഫക്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അതാണ് ഇവിടെ അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. അപ്പോൾ ഈ റെസ്ട്രിക്ഷൻ എൻസൈം ആരാണ് ഐസൊലേറ്റ് ചെയ്തെടുത്തത്? ഹെർബർട്ട് ബോയർ. ഇതേ സമയം മറ്റൊരു സയന്റിസ്റ്റായ സ്റ്റാൻലി കോഹൻ, അദ്ദേഹം ബാക്ടീരിയയിലെ പ്ലാസ്മിഡിനെ പുറത്തെടുക്കാൻ ശ്രമിച്ചു. ഞാനിപ്പോൾ പറഞ്ഞു പ്ലാസ്മിഡ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ക്രോമസോമൽ സർക്കുലർ ഓട്ടോണമസ്ലി റെപ്ലിക്കേറ്റിംഗ് DNA. അത് ബാക്ടീരിയയിൽ അഡീഷണൽ ആയിട്ടുണ്ട് അല്ലേ? അതിൻ്റെ യൂസ് എന്താണ്? ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്റ്റാൻലി കോഹൻ ഈ പ്ലാസ്മിഡ്സിനെ ഐസൊലേറ്റ് ചെയ്ത് ബാക്ടീരിയയിൽ നിന്ന് പുറത്തെടുത്തു. അപ്പോൾ ഇങ്ങനെ ഈ 2 സയന്റിസ്റ്റും 2 വ്യത്യസ്തമായ കണ്ടുപിടുത്തങ്ങൾ നടത്തി. അങ്ങനെ ഇരുന്നപ്പോൾ 1972 പ്ലാസ്മിഡ്സിനെ കുറിച്ച് ഒരു US ജപ്പാൻ കോൺഫറൻസ് ഉണ്ടായിരുന്നു ഹവായ് ഐലൻഡ്സിൽ വെച്ചിട്ട്. അവിടെ ഈ 2 സയന്റിസ്റ്റും അവരുടെ പേപ്പർ അവതരിപ്പിച്ചു.
അപ്പോൾ അവർക്ക് അതിലൊരു സിമിലാരിറ്റി തോന്നി. എൻ്റെ വർക്കും താങ്കളുടെ വർക്കും തമ്മിൽ നല്ലൊരു കോറിലേഷൻ ഉണ്ട്, അല്ലെങ്കിൽ അത് നമുക്ക് ഫർദറായിട്ട് വികസിപ്പിച്ചെടുക്കാൻ കഴിയുമെന്ന് ഇവർ മനസ്സിലാക്കി. അപ്പോൾ അന്ന് രാത്രി ആ കോൺഫറൻസ് കഴിഞ്ഞിട്ട് അന്ന് മിഡ് നൈറ്റിൽ അവർ ഹവായിലെ ബീച്ചിലൊക്കെ വളരെ പ്രസിദ്ധമാണല്ലോ. അപ്പോൾ അവിടെ ഒരു ബീച്ചിൽ ഒരു റെസ്റ്റോറൻറ്റിലിരുന്ന് ഒരു കപ്പ് കോഫി കുടിച്ച് ഒരു സാൻഡ്വിച്ചിൻ്റെ പുറത്ത് അവർ വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ച നടത്തുകയുണ്ടായി. ഓക്കെ, എന്തായിരുന്നു അത്? അവരുടെ പഠനങ്ങളെ തമ്മിൽ എങ്ങനെ ബന്ധിപ്പിക്കാമെന്നായിരുന്നു. അതേ തുടർന്ന് അവിടെ ഒരു പുതിയ ഒരു കൊളാബറേറ്റീവ് എഫേർട്ട്, അല്ലെങ്കിൽ അവർ സഹകരിച്ച് ഒരു പുതിയ പ്രസ്ഥാനം പോലെ തുടങ്ങുകയായിരുന്നു. അതായത് കോഹൻ തൻ്റെ യൂണിവേഴ്സിറ്റി, അദ്ദേഹം സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു, അവിടെ നിന്ന് പ്ലാസ്മിഡിനെ ഐസൊലേറ്റ് ചെയ്തിട്ട് നമ്മുടെ ബോയറിൻ്റെ ലാബിലേക്ക് അയക്കും. ഹെർബർട്ട് ബോയർ അതിനെ എന്ത് ചെയ്യും? അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഉള്ളത് അല്ലേ, അത് ഉപയോഗിച്ച് ഇതിനെ പ്ലാസ്മിഡിനെ ഫ്രാഗ്മെൻ്റ് ആക്കുകയും ഒപ്പം തന്നെ DNA അനലൈസ് ചെയ്ത് സീക്വൻസ് നോക്കി തിരിച്ച് അയച്ചു കൊടുക്കും. അവിടെ വീണ്ടും ഈ ഫ്രാഗ്മെൻസിനെ ഈ പ്ലാസ്മിഡുമായിട്ട് ജോയിൻ ചെയ്ത് ബാക്ടീരിയയിലേക്ക് കൊടുത്തിട്ട് അതിൻ്റെ വീണ്ടും പഠനങ്ങൾ നടത്തി. അങ്ങനെ അവിടെയാണ് നമ്മുടെ RDNA ടെക്നോളജി അല്ലെങ്കിൽ റീകോമിനന്റ് DNA ടെക്നോളജി രൂപം കൊണ്ടത്. പിന്നീട് അവർ ഒന്നു ചേർന്ന് ഒരു പുതിയ ബയോടെക്നോളജി കമ്പനി രൂപീകരിച്ചെങ്കിലും അവർ വഴിപിരിഞ്ഞ് പോവുകയാണ് ഉണ്ടായിരുന്നത്. ഒരാൾക്ക് സാങ്കേതിക വിദ്യയിൽ കൂടുതൽ പഠനങ്ങൾ നടത്തണമെന്നായിരുന്നു ആഗ്രഹം, മറ്റേ അദ്ദേഹത്തിന് വളരെ കൊമേഴ്ഷ്യലായിട്ട് അതിനെ കൊമേഴ്ഷ്യലൈസ് ചെയ്തിട്ട് ബിസിനസ് ചെയ്യണം എന്നായിരുന്നു താല്പര്യം. അങ്ങനെ അവർ പിന്നീട് വഴിപിരിയാണ് ഉണ്ടായത്. അവരുടെ ആദ്യത്തെ പ്രധാനമായ ഒരു RDNA ടെക്നോളജി ഇതായിരുന്നു. സാൽമോണല്ല ടൈഫിമ്യൂറിയം എന്ന ബാക്ടീരിയ, അതിൽ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻ ഉണ്ടായിരുന്നു ആ പ്ലാസ്മിഡിൽ. പക്ഷേ ഈക്കോലൈക്ക് അതില്ല. ഈക്കോലൈ സാൽമോണല്ലയായിട്ട് വളരെ സാമ്യമുള്ള ഒരു ബാക്ടീരിയയാണ്. അപ്പോൾ ഈ സാൽമോണല്ല ടൈഫിമ്യൂറിയത്തിൻ്റെ പ്ലാസ്മിഡ് ഐസൊലേറ്റ് ചെയ്തെടുത്തു. ആ പ്ലാസ്മിഡിൽ എന്തുണ്ട്? ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ്. എന്നിട്ട് ആ ജീനിനെ കട്ട് ചെയ്ത് എങ്ങോട്ട് കൊടുത്തു? നമ്മുടെ ഈക്കോലൈയിലേക്ക് കൊടുത്തു. അപ്പോൾ ഈക്കോലൈ എന്തായി? ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീന് അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻ്റ് ആയി. ഇതാണ് അവരുടെ ആദ്യത്തെ എക്സ്പെരിമെൻറ്റ്.